സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ നായകനായിട്ട് വന്നിട്ടുള്ള സിനിമയാണ് കാന്ത. ഈ പടം MK ത്യാഗരാജ ഭാഗവതർ എന്ന് തമിഴ്നാട്ടിലൊരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു പണ്ട്. തമിഴ്നാട്ടിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ പുള്ളി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതുപോലെ തമിഴ്നാട്ടിലെ ആദ്യത്തെ മെഴ്സിഡസ് ബെൻസൊക്കെ വാങ്ങിച്ചത് പുള്ളിയാണ് എന്നൊക്കെയുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആ പുള്ളിയുടെ കഥയെ ആസ്പദമാക്കി എടുത്തെന്നാണ് അവർ പറയുന്നത്. ഞാൻ പുള്ളിയുടെ കഥ എന്താണെന്ന് കേട്ടിട്ടില്ല. ഇതാണ് പുള്ളിയുടെ കഥ വെച്ചെടുത്തതെങ്കിൽ പുള്ളിയുടെ പിന്മുറക്കാരൊക്കെ കണ്ടിട്ട് കലിപ്പുണ്ടാക്കാതിരിക്കുമോ എന്താ അറിയില്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അതുപോലത്തെ ഒരു പഴയ കാല സെറ്റപ്പാണ് പടത്തിൽ എടുത്തിരിക്കുന്നത്. ഈ സിനിമയെക്കുറിച്ച് ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ നമ്മുടെ പഴയ ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ, ഒതല്ലോ, മാക്ബത്ത്, ഇങ്ങനത്തെ ഒരു ഷേക്സ്പിയറിയൻ ഇതുപോലത്തെ ഒരു നാടകത്തിനെ വേറൊരു വെർഷനാക്കി കാണിച്ചിരിക്കുന്ന ഒരു നാടകമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. സിനിമാറ്റിക്കായിട്ട് ഒരിടത്തും എനിക്കിത് ഫീൽ ചെയ്തില്ല. മൊത്തത്തിലൊരു സ്ലോ പേസിൽ പോണ ഒരു പടമാണ്. അതിൽ തന്നെ സ്ക്രിപ്റ്റിൽ തന്നെ പല കാര്യങ്ങളും അത്ര കൺവിൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഈ സിനിമയുടെ പെർഫോമൻസ് നമുക്കങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. DQൻ്റെ ഒരുപാട് മൊമെൻറ്റ്സ്, നട്ടിപ്പ് അറക്കറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ. ഇപ്പോൾ എസ്പെഷ്യലി ഈ പഴയകാല സിനിമയിൽ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ ഷൂട്ട് ചെയ്യുന്ന സംഭവങ്ങളായിട്ട് കാണിക്കുമല്ലോ. ആ സമയത്ത് കണ്ണാടി നോക്കി പെർഫോം ചെയ്യുന്നത്, നായികയായിട്ട് വെച്ചിട്ടുള്ള ക്ലോസ്, ഈ സമയത്തൊക്കെ ഒരുപാട് ഭാവങ്ങൾ ഇങ്ങനെ മിന്നി മറഞ്ഞു പോകുന്ന ഒരു ഗംഭീര പ്രകടനം നമുക്ക് ഉടനീളം സിനിമയിൽ കാണാൻ സാധിക്കും. എസ്പെഷ്യലി ക്ലൈമാക്സിൻ്റെ പോർഷൻസ്, ഞാൻ പറഞ്ഞില്ലേ കണ്ണാടിയുടെ ഫ്രണ്ടിൽ വന്നിട്ട് പെർഫോമൻസ്, നമ്മൾ കൈയടിച്ച് പോകുന്ന രീതിയിലുള്ള ഗംഭീര പെർഫോമൻസ് DQൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതുപോലെ തന്നെ സമുദ്രകനി കട്ടക്കിക്കുന്നുണ്ട്. സമുദ്രകനിയായിട്ടും അതുപോലെ ഭാഗ്യശ്രീ ബോർസെ ആയാലും അവരെല്ലാം പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട്. പക്ഷേ അവിടെ ആക്ട് ചെയ്യുമ്പോഴും പഴയകാല സെറ്റപ്പൊക്കെ ഉള്ളൂ. അല്ലാതെ ഇവരല്ലാത്ത സമയത്തൊക്കെ സംസാരിക്കുമ്പോഴേക്കും ഇത് പഴയ കാലഘട്ടത്തിലെ 2-3 ആൾക്കാർ സംസാരിക്കുന്നതായിട്ട് നമുക്കൊരു ഫീൽ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഈ പഴയ കാലഘട്ടത്തെ ആൾക്കാർ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പറ്റിയിട്ട് എനിക്കറിയത്തില്ല. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ രണ്ടുപേരും സംസാരിക്കും പോലെ തന്നെ ഫീൽ ചെയ്യണുള്ളൂ. അതിൽ ഇതിൻ്റെ മെറ്റീരിയൽസും ആ ഒരു റൂമും അതിൻ്റെ ആർട്ടും പരിപാടിയും കോസ്റ്റ്യൂംസും ഇതൊക്കെ വെച്ചിട്ട് പഴയ കാലമാണെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ സംസാരിക്കുന്നതൊക്കെ വേറെ ഈ കാലഘട്ടത്തിലുള്ള രണ്ടുപേർ സംസാരിക്കും പോലത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഈ സിനിമയിൽ ഇദ്ദേഹം വലിയൊരു സൂപ്പർ സ്റ്റാറാണ്. ഡയറക്ഷൻ സമുദ്രകന്യ ഡയറക്ടറാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നത് പിച്ച വച്ച് വളർത്തിയെടുത്ത് സമുദ്രകന്യാണ്. അപ്പം അതിൻ്റെ ഒരു ഈഗോ ക്ലാഷ് പരിപാടിയായിട്ടാണ് ഈ സിനിമ പോകുന്നത്. ഇപ്പോൾ പലരും ലാലേട്ടൻ്റെ കേസ് പറയുമ്പം എന്തിന് ലാലേട്ടൻ നല്ല രീതിയിൽ മുന്നോട്ട് വരുമ്പോൾ പുതിയ പയ്യന്മാർക്ക് അവസരം കൊടുത്ത് മുന്നോട്ട് വരുമ്പോൾ പഴയ ആൾക്കാരൊക്കെ വീണ്ടും ചുമന്ന് എന്തിനാണ് തല വയ്ക്കട്ടെ എന്നൊക്കെ നമ്മളൊക്കെ ഇവിടെ നിന്ന് പറയും, ബ്ലെയിം ചെയ്യാറുണ്ട്. ഒരു കാര്യമില്ലല്ലോ. പക്ഷേ അതൊന്നും അങ്ങനെ മാറിപ്പോകാൻ പറ്റാത്ത ലോക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ലോക്കായി പോകും. അത് ഈ സിനിമ കാണുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാവും എന്തുകൊണ്ട് ഇതുപോലെയൊക്കെ ചിലപ്പോൾ തല വയ്ക്കേണ്ടി വരുന്നു, വച്ചു പോകും, മനുഷ്യരല്ലേ. അപ്പം അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു വിഷയമാണ് ഇതിൽ പോകുന്നത്. അതിൽ ഈഗോ ക്ലാഷ് എന്നും പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അയ്യപ്പനും കോശിയും അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അങ്ങനത്തെ വലിയൊരു ക്യാറ്റ് ആൻഡ് മൗസ് ഈഗോ ക്ലാഷ് അതുപോലെയൊന്നുമില്ല. ഒരു ഒരേ കാര്യത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഒരു ഈഗോ വെച്ച് നടക്കുന്നു. അതും പലയിടത്തും ഈ ഒരേ സാധനം തന്നെ വീണ്ടും റിപ്പീറ്റായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പടം വളരുന്നില്ല. പടത്തിൽ കഥയ്ക്കത് ചെറിയ സാധനമേ ഉള്ളൂ. പക്ഷേ ഇതിങ്ങനെ 2.25 മണിക്കൂർ എടുത്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് നല്ല രീതിയിൽ വലിഞ്ഞ് ലാഗടിക്കും പോലെ എനിക്ക് ഫീൽ ചെയ്തു. പെർഫോമൻസ് ഉണ്ട്, ഓക്കെ. പക്ഷേ ഇതിൽ നടക്കുന്ന ഈ ഈഗോ പരിപാടിയും കാര്യങ്ങളൊന്നും അങ്ങനെ അങ്ങോട്ട് ഒരു വലിയൊരു ഇങ്ങനെ ഒരു സാധനം തോന്നുന്നില്ല. പിന്നെ ഹീറോയിൻ ബന്ധം, പ്രേമം, ആ പ്രേമത്തിന് ഒരു പ്രത്യേകിച്ച് ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് അവരുടെ പ്രേമം ഫീൽ ചെയ്യണമുണ്ടല്ലോ. അതുകൊണ്ട് അവസാനം ചിലയിടങ്ങളിലുണ്ട്. പക്ഷേ തുടക്കമൊന്നും അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് പ്രോപ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള പ്രേമവും അത്രയ്ക്ക് ഒരു ബോണ്ടിങ്ങും നമുക്ക് അതുപോലെ ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്യണമല്ലോ, അത് വന്നിട്ടില്ല. സിനിമയിൽ ഫസ്റ്റ് ഹാഫിലുടനീളം അത് പ്രകടമായിട്ടില്ല. അവരിൽ നിന്ന് ഒരു നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന 2 നേരം നമ്മളിവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫീലാണ് ഉണ്ടായത്. ഇങ്ങനെ പടം പോവുകയാണ്. ഇതിൽ സ്കോർ കൊടുത്തിരിക്കുന്നത് ജേക്സ് ബിജോയ് ആണെന്നാണ് ലാസ്റ്റ് എഴുതി കാണിച്ചപ്പോൾ മനസ്സിലായത്. പക്ഷേ പടത്തിൻ്റെ മ്യൂസിക്, പാട്ടും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത് ജാനു ചന്ദാനാണ്. BGM ഒക്കെ ജേക്സ് ബിജോയ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഈ പറഞ്ഞല്ലോ ഒരു നാടകത്തിൻ്റെ സെറ്റപ്പാണ്. അത് നമ്മളിങ്ങനെ ഉറക്കാൻ വേണ്ടി താരാട്ട് പാട്ടും പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇങ്ങനെ അങ്ങ് പോയിട്ട് സെക്കൻഡ് ഹാഫ് പിന്നെ റാണ ദഗ്ഗുപട്ടി വരികയാണ്. പുള്ളിക്കാരൻ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പോലീസ് കോപ്പ്. പുള്ളിയുടെ കുറച്ച് രസമുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇൻവെസ്റ്റിഗേഷനാണ്. ഇത് ആരാണ്, എന്താണ്, ഏതാണ്, അയ്യോടെ ആരെങ്കിലും ചെയ്ത് തുലയ്ക്കട്ടെ എന്നുള്ള സെറ്റപ്പാണ്. നമുക്കെന്തിനാണ്, ആരാണ് കൊന്നത്, നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്യണ്ടേ, നമുക്ക് കൂടി തോന്നണ്ടേ ഇതെന്തായി, ഇതിൻ്റെ ക്രൈമിൻ്റെ അവസാനം എന്തുവാണെന്ന്. നമുക്ക് അങ്ങനെ ഒന്നുമില്ല. ഇതിങ്ങനെ ഒരിടത്ത് തന്നെ പിന്നെ അങ്ങോട്ട് നടക്കുകയാണ്. പിന്നെ കുറേ കഥാപാത്രങ്ങൾ വരുന്നത്. ഇവരുടെ ഈ ഭഗവതി പെരുമാളുണ്ട്, ബക്സ്, അതുപോലെ നിഴൽകൾ രവി, അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങേര് ഇങ്ങനെ കുറേ പേരൊക്കെ ഇങ്ങനെ വന്ന് നിന്നിട്ട് അങ്ങനെയൊക്കെ പടം ചെയ്യുന്നത്. പിന്നെ ഈ ക്രൈമിൻ്റെ മോട്ടീവൊക്കെ ഭയങ്കര കോമഡിയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാവും. ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തുവാണ്?
ഇതൊരു കാര്യം അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനുണ്ട്, ഇതിൻ്റെ സംഭവം. അതിന് വേണ്ടിയിട്ട് കുറേ പരിപ്പോടെ കോൺഫ്ലിക്റ്റും ഉണ്ടാക്കി. അങ്ങനെ അത് ഭയങ്കര ക്ലാസി ആയിട്ടും ഇതുമായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും. ഇത് നിങ്ങൾ ഇങ്ങനെ കാണേണ്ട സിനിമയല്ല, ഓഫ് ബീറ്റ് ആ രീതിയിൽ ബുദ്ധിപരമായിട്ടുള്ള ലെവലിൽ ആ ഒരു ക്ലാസ് സംഭവം. ഇരുവറൊക്കെ ഇല്ലേ, ഇരുവറ പോലത്തെ ഒരു സാധനമായിട്ടൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്നൊക്കെ പറയും. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയൊന്നുമില്ല. എനിക്കിതിലെ ഫുള്ള് കോമഡി ആയിട്ടാണ് തോന്നിയത്, ഇതിൻ്റെ മോട്ടീഫും കാര്യങ്ങളും ഈ പരിപാടിയൊക്കെ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ചിലർക്കൊക്കെ ഇഷ്ടപ്പെടും. തിയേറ്ററിൽ ഒരുപാട് പേര് പടം നമ്മൾ കൈയടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയില്ല. എനിക്ക് മൊത്തത്തിൽ പെർഫോമൻസ് ഓക്കെ കൊള്ളാം. പിന്നെ ഈ പറഞ്ഞ ആർട്ട് പഴയ കാലഘട്ടം അതും ഒരുപാടൊന്നുമില്ല. കൂടുതൽ ഈ സിനിമ സെറ്റിനകത്ത് തന്നെയാണ് സിനിമ നിന്ന് കറങ്ങുന്നത്. അത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒഴിച്ച് കഴിഞ്ഞാൽ പെർഫോമൻസും ഓക്കെ. ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് വലിയ സംഭവമായിട്ടൊന്നും ഈ സിനിമ ഒന്നും ഉള്ളതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞൊരു നാടകം, ഒരു ഷേക്സ്പീരിയൻ നാടകം വേറൊരു രീതിയിൽ എടുത്ത് ചെയ്യുന്നത്. പിന്നെ ഡാനി സാഞ്ചസ് ലോപ്പസിൻ്റെ ഫോട്ടോഗ്രാഫി, സിനിമോട്ടോഗ്രാഫി നന്നായിട്ടുണ്ടായിരുന്നു. അല്ല, രാമലിംഗമാണ് ആർട്ടും അടിപൊളിയായിരുന്നു. പിന്നെ ഇവരെ കൂടാതെ ഗായത്രി ശങ്കർ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്ത കുറേ കഥാപാത്രങ്ങൾ. കുറച്ച് ആൾക്കാർ ഇതിലുള്ളൂവെങ്കിൽ ഇവർക്കൊന്നും ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതെ വെറുതെ ഒരു കഥാപാത്രം. അപ്പോൾ ഇതൊക്കെയാണ് കാന്ത എന്നുള്ള സിനിമയെക്കുറിച്ച് എനിക്ക് ഫീൽ ചെയ്തത്. DQൻ്റെ പെർഫോമൻസ് വേറെ ലെവല്, ഗംഭീരം. അത് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് സൂപ്പർ നടനം എന്ന് നമുക്ക് കൈയടിക്കാൻ തോന്നുന്ന മൊമെൻറ്റ്സ് സിനിമയിലുണ്ട്. അത് പിന്നെ അത്രയ്ക്ക് തന്നെ. പിന്നെ ഈ പറഞ്ഞ ഒരു പഴയകാലം പാവം എന്നാലും നമ്മളെ ത്യാഗരാജ ഭാഗവതരെ നിങ്ങൾ കണ്ടു നോക്കുക. ഞാൻ കാണരുതെന്നൊന്നും പറയത്തില്ല, എനിക്ക് വർക്കായില്ല എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് വർക്കാവില്ല എന്നൊന്നും എനിക്കറിയത്തില്ല. പോയി കാണുക. 2.25 മണിക്കൂറുണ്ട് ഈ സിനിമ. ഈ പടം കൊമേഴ്ഷ്യലി സക്സസ് ആവോ ഇല്ലയോ അത് രണ്ടാമത് ഘട്ടം. പക്ഷേ DQവിന് ഒരു തമിഴ് സ്റ്റേറ്റ് അവാർഡ് കിട്ടാനുള്ള സാധനമൊക്കെ ഇതിനകത്ത് ചെയ്തു വച്ചിട്ടുണ്ട്. അതുണ്ട്. അതും മാത്രമല്ല, ഇതിൽ പലയിടത്തും ഡി-ഏജിങ്ങിൻ്റെ ഒരു സാധനം, ഡി-ഏജിങ് ചെയ്തതാണോ ഇല്ലയോ എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ അത് ഗംഭീരമായിട്ട് വർക്കായതായിട്ട് തോന്നി. അതുപോലെ തന്നെ സിനിമയുടെ ഒരു ടൊണാലിറ്റി മൊത്തത്തിൽ ഒരു ഡള്ളായിട്ട് ഫീൽ ചെയ്തു, ഈ പറഞ്ഞ ഒരു നാടക സെറ്റപ്പ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മന്ദത കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു മൊത്തത്തിൽ. ഇത് ഇങ്ങനെ അങ്ങ് പോയി, അതും ഒരിടത്ത് നിന്ന് ചുറ്റി തിരിഞ്ഞ് പോകുന്നില്ലാതെ ഒരു പടപടയെന്ന് പറഞ്ഞൊരു, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പണ്ടത്തെ പോലെയാണെങ്കിൽ നമുക്ക് കുറച്ച് സ്ലോ പേസ് പടങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഇമോഷണലി കണക്ട് ചെയ്ത് ആ കണക്ഷൻ്റെ കൂടെ അങ്ങ് പോകുമായിരുന്നു. ഇതിൽ അതും ഇല്ല. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ 2.25 മണിക്കൂർ എന്നുള്ള ദൈർഘ്യം ഭയങ്കര കൂടുതലായിട്ട് ഫീൽ ചെയ്ത്. പിന്നെ ഈ കാലഘട്ടത്തിൽ ഇതുപോലത്തെ ഈ കോൺഫ്ലിക്റ്റും സംഭവങ്ങളൊക്കെ ആൾക്കാർക്ക് എത്രത്തോളം വർക്കൗട്ട് ആവും എന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.